ഹായ്. ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ മോഡലിൽ നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ ഫോം ചെയ്തെടുക്കുമ്പോൾ പാരാമീറ്റേഴ്സിനുള്ള പ്രാധാന്യമാണ് ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് എന്താണ് ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ മോഡൽ എന്നുള്ളത് മനസ്സിലാക്കാം. സാധാരണ മാർക്കറ്റിൽ പല തരത്തിലുള്ള ബിസിനസ്സുകൾ നടക്കാറുണ്ട്. മാനുഫാക്ചറിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സർവീസ് സെക്ടറിലുണ്ട്, ട്രേഡിംഗ് ഉണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഒത്തിരി ടെക്നോളജി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, ഇൻ്റർനെറ്റ് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് കിട്ടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ചെറിയൊരു സംവിധാനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ക്യാമറ, ഒരു ചെറിയൊരു മൈക്ക്, ഇൻ്റർനെറ്റ് കണക്ഷൻ ഇവയിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരു ബിസിനസ് ഫോം ചെയ്യാനായിട്ട് കഴിയും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളില്ലാതെ, എന്നാൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളിലേക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നതാണ് ഒരു ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ മോഡൽ എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിൽ ഒത്തിരി ആൾക്കാർ പലതരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രയാസങ്ങളുടെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുക? ഇപ്പോൾ നമ്മുടെ ഒരു ബാക്ക് സ്റ്റോറി നോക്കിയതിന് ശേഷം നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല പ്രതിസന്ധികളിൽ കടന്നു പോയിട്ട് പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നേടിയെടുത്തിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഡയമണ്ടിനെ അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള കഴിവിനെ തിരിച്ചറിയാതെ ഈ ലോകത്തിൽ പല സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിച്ച ജോലികൾ നമ്മൾ ചെയ്യുന്നു. പലപ്പോഴും ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്നു. എന്നാൽ അതൊക്കെ മാറി ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിലേക്ക് നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇഷ്ടത്തെ നമ്മൾ ഒരു ബിസിനസ്സാക്കി മാറ്റുന്നു. അത് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാതെ ലോകം മുഴുവനുള്ള ആൾക്കാരെ സെർവ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒരു ഉദാഹരണത്തിന്, ഒരു നല്ല ഹാൻഡ് റൈറ്റിംഗ് എഴുതുന്ന ആൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹാൻഡ് റൈറ്റിങ് വളരെയധികം മോശമായിരുന്നു എന്നിരിക്കട്ടെ, കുഞ്ഞുനാളിലും സ്കൂളിലൊക്കെ. ആ സമയത്തൊക്കെ ഒത്തിരി ആൾക്കാർ കളിയാക്കിയിരുന്നു. അവരുടെ ഹാൻഡ് റൈറ്റിംഗ് കാരണം ഭയങ്കരമായിട്ട് കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ മോശമായിട്ട് കളിയാക്കുക. അതോടൊപ്പം തന്നെ പല നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ പോലും പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഭംഗിയായിട്ട് എഴുതി ഫലിപ്പിക്കാനായിട്ട് കഴിയാതിരിക്കുക. ഇങ്ങനെ ഒരു പ്രയാസത്തിലൂടെ കടന്നുപോയ ഒരു കുട്ടി കുറേ നാളുകൾ കഴിഞ്ഞ് ജോലിയിലേക്കൊക്കെ പ്രവേശിച്ചു, പലതരത്തിലുള്ള ജോലികളിലേക്ക് പോയി. പിന്നെ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള ഒരു സ്കില്ല് അദ്ദേഹത്തിലുണ്ട് എന്നുള്ളത് അങ്ങ് വിട്ടുപോയി. അതിനുശേഷം തിരക്ക് പിടിച്ച ലോകത്തിൽ ഇങ്ങനെ പോകുന്നു. ആ സമയത്താണ് ഇങ്ങനൊരു ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷനെ കുറിച്ച് ചിന്തിക്കുകയും ഇതിനൊരു മെൻറ്റർഷിപ്പ് കാര്യങ്ങളൊക്കെ ലഭിക്കുകയും അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരു പുതിയൊരു ബിസിനസ് മോഡലിനെ കുറിച്ച് ചിന്തിച്ച് അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റോറിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പണ്ട് വളരെ മോശം ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. എന്നാൽ വളരെയധികം സ്ട്രെയിൻ എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. പല ഇൻഫർമേഷനും അദ്ദേഹം അപ്ലൈ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അദ്ദേഹത്തിന് മെച്ചപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആൾക്കാർക്ക് എങ്ങനെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താമെന്ന് അദ്ദേഹം ഒരു നാളിൽ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ ജോലികളുടെയൊക്കെ തിരക്ക് കാരണം മറ്റു പല പ്രൊഫഷനിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തിരിഞ്ഞു ചിന്തിച്ചുകൊണ്ട് ഈ ഒരു കാര്യത്തെ എങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കാം, അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താൻ സഹായിക്കുക എന്ന് പറയുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വളരെയധികം സന്തോഷം കിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം അതിനെ ഒരു മൈക്രോ നിഷായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് ഫോം ചെയ്യാന്നിരിക്കട്ടെ. ആ സമയത്ത് അദ്ദേഹം ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ മോഡലിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. ആ കമ്മ്യൂണിറ്റിയിൽ മാർക്കറ്റിലെ ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് വലിയൊരു പ്രശ്നത്തിന്, ഒരു ശത്രുവിനോട് നമ്മൾ പോരാടുകയാണ്. അതായത് ഈ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇദ്ദേഹം ഒരു ബിസിനസ് മോഡൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കുന്നത് മാർക്കറ്റിൽ ഒത്തിരി നല്ല നോളജുള്ള അല്ലെങ്കിൽ ടാലൻ്റുള്ള കുട്ടികൾ പോലും അവരുടെ അറിവുകൾ നല്ല രീതിയിൽ എഴുതി ഫലിപ്പിക്കാനായിട്ട്, അവർക്ക് പരീക്ഷയിൽ നന്നായിട്ട് എഴുതുവാനായിട്ട് കഴിയാത്തത് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചമല്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവാണ്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുന്നതിലൂടെ ഓരോ കുട്ടികളുടെയും ഓരോ വ്യക്തിയുടെയും കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ടും അവരുടെ മനസ്സിലെ കാര്യങ്ങൾ എഴുതി ഫലിപ്പിക്കാനായിട്ട് കഴിയും. അതിലൂടെ അവർക്ക് ഒത്തിരി വിജയങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഒരു പ്രശ്നം, ഹാൻഡ് റൈറ്റിംഗ് മോശമായത് കാരണം വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർ, മാർക്കുകൾ കുറയുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനായിട്ട് ബിസിനസ് ഫോം ചെയ്യുകയും ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നു. ഈ കമ്മ്യൂണിറ്റിയിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 3 ലെയർ ആയിരിക്കണം പ്രോഗ്രാംസ്. അതിൽ ഒന്നാമത്തെ പ്രോഗ്രാമിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെ നമുക്ക് ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്താം എന്നുള്ള രീതിയിൽ ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു.
അദ്ദേഹം ഇൻവൈറ്റ് ചെയ്ത് വെബിനാറിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം കാണിക്കുന്ന എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ റിയൽ സ്റ്റോറീസാണ്. ഓരോ കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ആദ്യമായിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയായിരുന്നു, ഇത്ര ദിവസങ്ങൾക്ക് ശേഷം എന്തുമാത്രം മെച്ചമാണ് അല്ലെങ്കിൽ വ്യത്യാസമാണ് ഹാൻഡ് റൈറ്റിംഗിൽ വന്നതെന്നുള്ള ബിഫോർ ആഫ്റ്റർ കുറേ ഫോട്ടോസ് കാണിക്കുന്നു. അപ്പോൾ ആ ഒരു നിറവിൽ നിന്നുകൊണ്ട് ആ പെയിൻ പോയിന്റിലുള്ള ഒത്തിരി ആൾക്കാർ ഇതിലേക്ക് വരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പല കുട്ടികളും അവരുടെ പേരൻസൊക്കെ ഒരു ചെറിയ എമൗണ്ട്സിൽ തന്നെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മെച്ചപ്പെടുത്താനായിട്ട്, പ്രത്യേകിച്ച് ലൈഫ് ടൈം ആക്സസോട് കൂടിയ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ബിൽഡ് യുവർ കോൺഫിഡൻസ് യൂസിങ് യുവർ ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് സിഗ്നേച്ചർ എബിലിറ്റി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതിനെ ഫോം ചെയ്തെടുത്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുമ്പോൾ ഒരു 3000 ഇനിഷ്യൽ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ വളരെ വേഗത്തിൽ തന്നെ ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് കഴിയും. കാരണം ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ട്, സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്നാൽ, പാരാമീറ്റേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ മോഡലിൽ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ, പല ആൾക്കാരും കമ്മ്യൂണിറ്റികളിലേക്ക് വരുന്നത് പല തരത്തിലുള്ള ആവശ്യങ്ങളായിട്ടും പല മൈൻഡ് സെറ്റിലാണ്. എന്നാൽ ഇവരുടെ കോമൺ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കുന്നതിനെയാണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുക. ഒന്ന്, ഹാൻഡ് റൈറ്റിംഗ്. ഈ ഒരു എക്സാമ്പിളിനെ വെച്ച് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ശരി തന്നെയാണ്, അത് മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാരാമീറ്ററാണ്. എന്നാൽ രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഒന്ന്, നമുക്ക് മൈൻഡ് സെറ്റിനെ ഒരു പാരാമീറ്ററായിട്ട് നമുക്ക് വയ്ക്കാം. അതായത് പല ആൾക്കാരുടെ മൈൻഡ് സെറ്റിലാണ് കറക്റ്റ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്, ഇനി എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെയാണ്, അത് മാറ്റാൻ കഴിയില്ല, ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഒത്തിരി പേർക്കുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നവരടുത്ത് അവരുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിലവിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഇത് മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണോ? എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള കാര്യത്തെ വ്യത്യാസം വരുത്തുമെന്നുള്ള നിങ്ങളുടെ ചിന്താഗതിക്ക് എന്ന് പറയുമ്പോൾ അവരതിനകത്ത് 10ൽ ഒരു 2 മാർക്ക് 3 മാർക്ക് എനിക്കത് അറിയില്ല എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയുമില്ലെന്ന്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാർക്ക് തരും. അപ്പോൾ മൈൻഡ് സെറ്റ് ഒന്നാമത്തെ പാരാമീറ്റർ. 2, ഹാൻഡ് റൈറ്റിംഗ് സ്കില്ല്. ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് സ്കില്ലിന് എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഒരു സ്കില്ല് പറയും. അതിനുശേഷം മൂന്നാമത്തെ പാരാമീറ്റർ നമുക്ക് കോൺഫിഡൻസ് നമുക്ക് പറയാം. നിലവിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട് അതിനെ അവർക്ക് പറയാനായിട്ട് കഴിയും. ഓക്കെ, ഇങ്ങനെ 6 പാരാമീറ്റേഴ്സ് ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നവർക്ക് കിട്ടുന്ന 6 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമ്മൾ നോട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് 6 പാരാമീറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു 6 പാരാമീറ്റേഴ്സും കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു മാർക്ക് ചോദിക്കുന്നുണ്ട്. 10ൽ എത്രയാണ് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ മാർക്ക് കൊടുക്കുക? അത് സ്വയം ആ വരുന്ന വ്യക്തികൾ ഇടേണ്ട മാർക്കാണ്. അതിനുശേഷം ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അറ്റൻഡൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ പാരാമീറ്റേഴ്സിൻ്റെ മാർക്കുകൾ ചോദിക്കുക. നിലവിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ എത്രത്തോളം മാർക്ക് കൊടുക്കുന്നുണ്ട്? നിലവിൽ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് സ്കില്ലിന് എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട്? നിലവിൽ നിങ്ങളുടെ കോൺഫിഡൻസിന് എത്ര മാർക്ക് കൊടുക്കുന്നുണ്ട്? ഈ രീതിയിൽ പറയുമ്പോൾ ഈ ഒരു 6 പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന ആൾക്കാരെയും കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷവും അത് കഴിഞ്ഞ് സക്സസ് സ്റ്റോറീസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് തുടക്ക സമയങ്ങളിൽ ഹാൻഡ് റൈറ്റിംഗ് സ്കില്ല് 1, 2, 3 എന്ന് മാർക്കിട്ടിരുന്ന ആൾ ഒരു 3-4 മാസം കഴിയുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ എത്രയാണ് ഹാൻഡ് റൈറ്റിംഗ് സ്കില്ല് എന്നുള്ളത് ഒരു 8 മാർക്ക് ആകുന്ന സമയത്ത് നമ്മൾ അവരെ ഒരു സൂമിലേക്ക് ഇൻ്റർവ്യൂയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. എന്നിട്ട് ചോദിക്കാം, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഒരു ലെവൽ എങ്ങനെയായിരുന്നു? ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതാനൊക്കെ കഴിയുന്നത് എന്ന് ചോദിച്ചിട്ട് അവരുടെ കുറേ എക്സാമ്പിൾസും ലൈവായിട്ടുള്ള ബിഫോർ ആഫ്റ്റർ ഫോട്ടോസൊക്കെ കാണിക്കുക, ഇവരുമായിട്ടുള്ള ഡിസ്കഷൻ ചെയ്യുക. ഈ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തിയതിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ കിട്ടിയത്? അപ്പോൾ അവർ പറയും, എനിക്ക് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞു, എനിക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠനത്തിൽ എനിക്ക് കുറച്ചുകൂടി അടുക്കുവാനായിട്ട് കഴിഞ്ഞു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തിയതിലൂടെ എന്ന് പറയുമ്പോൾ വേറെ ഇത് കാണുന്ന ഒത്തിരി പാരൻസ് ഇതിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത്, ഒരു 5000-ൻ്റെ ഒരു ലെവൽ 1 പ്രോഡക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സ് ഇങ്ങനെയാണ്. 10 പേർക്ക് നമ്മൾ വിൽക്കുമ്പോൾ 50,000 രൂപ അല്ലേ? ഒരു മാസം 20 പേർക്ക് നമുക്കത് വിൽക്കാൻ കഴിയുമ്പോൾ അത് 1,00,000 രൂപയായി. ഈ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത്, പക്ഷേ നമ്മുടെ ബാക്ക് സ്റ്റോറി ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കണം. അങ്ങനെ ഒരു വിഷയം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, നമ്മുടെ ഒരു വിഷയം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലേക്ക് നമ്മളൊരു ബിസിനസ് ഫോം ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് ഒരു 20 പേര് രജിസ്ട്രേഷൻ എടുത്താൽ തന്നെ നിങ്ങൾക്ക് 1,00,000 രൂപ നിങ്ങളുടെക്ക് വരുമാനം വീട്ടിലിരുന്ന് നേടുവാനായിട്ട് കഴിയും. നിങ്ങൾക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, അത്യാവശ്യം ഒരു ചെറിയൊരു ക്യാമറ അല്ലെങ്കിൽ മൈക്ക്, മൊബൈൽ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വേണം. അതിനുശേഷം നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് അധികം നാൾ കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 500, 1000 അത്രയും ആൾക്കാർ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ
റെക്കോർഡ് ചെയ്ത് ഭംഗിയായിട്ട് സിസ്റ്റത്തിലൂടെ സ്റ്റെപ്പ് 1, 2, 3 എന്നുള്ള രീതിയിൽ നമ്മൾ തുടക്ക സമയങ്ങളിൽ ലൈവായിട്ട് പല ട്രെയിനിങ് കൊടുക്കുക. അതിനുശേഷം പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങളുടെ ഈ ഒരു സ്കില്ല്, ഹാൻഡ് റൈറ്റിംഗ് മെച്ചപ്പെടുത്തുന്ന സ്കില്ല് പല ആൾക്കാരും കോഴ്സസ് ആയിട്ട് പഠിക്കുന്നുണ്ടാവും. മാർക്കറ്റിൽ ധാരാളം കോഴ്സസ് അവൈലബിൾ ആണ്. ഉഡാമി അതുപോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ ഒത്തിരി കോഴ്സസ് ഉണ്ട്. പക്ഷേ പല കോഴ്സുകളും ആൾക്കാർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കില്ല. പക്ഷേ ഇവിടെ ഈ ഫ്രീഡം ബിസിനസ് ഓട്ടോമേഷൻ മോഡലിൽ കൃത്യമായിട്ട് നമ്മൾ ഒരു പേഴ്സണൽ റിലേഷൻ ക്രിയേറ്റ് ചെയ്ത് ഒരു നല്ല ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുത്ത് ഇതിനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് പ്രയോജനപ്പെടുത്തും. ഫൈനലി എൻഡ് ഓഫ് ദ ഡേ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ സമൂഹത്തിന് വലിയൊരു ദൗത്യമാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ, കുറേ നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആൾ ഏതെങ്കിലും ഗവൺമെൻറ്റിലോ IPSലോ അല്ലെങ്കിൽ ഏറ്റവും നല്ല ലൈഫിലെ വിജയങ്ങളിലൊക്കെ എത്തുന്ന സമയത്ത് കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ സാർ എനിക്ക് തന്ന ആ ഒരു ഗൈഡൻസാണ് എനിക്ക് ഇന്ന് ഇത്രയും നല്ല രീതിയിൽ എത്തുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോലും ഹാൻഡ് റൈറ്റിംഗ് മാത്രമല്ല, മൈൻഡ് സെറ്റ്, കോൺഫിഡൻസ്, ലൈഫിൽ വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിരുന്നുകൊണ്ട് നമ്മുടെ ഒരു ലൈഫിൻ്റെ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഈ ഒരു പ്രോഗ്രാം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 6 പാരാമീറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് നിങ്ങൾ ചിന്തിക്കുക, മറ്റ് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ട് ചിന്തയ്ക്കായിട്ട് സമയം കൊടുക്കുക. അതിനുശേഷം നിങ്ങളിലേക്ക് ഒരാൾ വരുന്ന സമയത്ത്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരാൾ വരുമ്പോൾ എന്ത് പാരാമീറ്റേഴ്സാണ് കൊടുക്കേണ്ടത്, ഇത് കണ്ടെത്താനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ട് ചോദിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ട്രെയിനിങ് പ്രോഗ്രാംസോ 1 hour ക്ലാസ്സൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുമായിട്ട് 1-to-1 കൺസൾട്ടേഷനിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നിലവിലെ നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കി സംസാരിക്കുക. ആ സമയത്ത് അവർ പറയുന്ന വാക്കുകളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കാനും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 എണ്ണത്തിന് നിങ്ങളുടെ പാരാമീറ്റേഴ്സ് ആയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇതൊരു നല്ല തുടക്കമാവട്ടെ. ഈ ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ക്ലാരിറ്റി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള തോട്ട് പ്രോസസ്സ്, ചിന്തകൾ വർദ്ധിക്കട്ടെ, മുന്നോട്ട് തന്നെ പോവാം. മറ്റൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ കാൽസാർ.